അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ ഇതാക്കണേ ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണ്. ഇനി നമുക്ക് കടി ഉണ്ടാക്കണം. അപ്പം ഇന്ന് കടി എന്ന് വെച്ചാൽ വറുപ്പുട്ടാണ് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും അതെന്താ അപ്പം എന്നുള്ളത്. കണ്ടോളിട്ട മക്കളെ. അപ്പോൾ ഏതായാലും തേങ്ങയൊക്കെ പൊളിച്ച് വന്ന് നമ്മളെ അരിവാക്കത്തി നോക്കുമ്പോൾ കാണാമല്ലോ കേട്ടോ. അപ്പോൾ സാബവും മുറിച്ചാൽ കത്തിയാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ തേങ്ങ പൊട്ടിച്ചത്. മക്കളെവിടെയെങ്കിലും കൊണ്ടുപോയിട്ടേക്കും കത്തി. അപ്പോൾ നേരം പൊളിക്കുമ്പോൾ ഞാൻ തിരഞ്ഞ് നടക്കാനാവില്ല എഴുതിക്കാണ്ട് കിട്ടിയ കത്തിയും കൊണ്ട് നമ്മൾ തേങ്ങ പൊട്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ തേങ്ങയൊക്കെ പൊട്ടിച്ചു. ഇനി നമുക്കതൊന്ന് ചിരണ്ടി എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് എടുക്കണുള്ളൂ കേട്ടോ തേങ്ങ. ഒരു മുറിയെ ചിരണ്ടി എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ തേങ്ങ ചിരണ്ടണുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്താ അപ്പോൾ ഈ വറുപ്പുട്ട് ചിലവർക്കൊക്കെ അറിയിക്കാറ് കേട്ടോ. നമ്മളതിലൊക്കെ വറുപ്പുട്ട് എന്നാണ് പറയുന്നത്. നമ്മൾ അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി കൊണ്ട് നമ്മൾ വെള്ളം നനച്ച് കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് വറുപ്പുട്ട് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടോളിട്ടത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടിയപ്പം തേങ്ങ അങ്ങോട്ട് നമ്മളെ ചിരട്ടി നടളക്കി പോന്നിക്കണം കേട്ടോ. അപ്പം ഞാനെന്താട്ടി അത് നമ്മളെ മിക്സിയിലൊക്കെ ഒന്നിട്ട് കാണ്ട് ഒന്ന് പൊടിച്ചെടുക്കണുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് കളയാനാവില്ല. ഏതായാലും മിക്സിയിൽ അങ്ങോട്ട് ഒരു 2-3 കറങ്ങിയപ്പോത്തിന് നമ്മളെ തേങ്ങയൊക്കെ നമുക്ക് നല്ലോണം ഒന്ന് ചതഞ്ഞ് കിട്ടിക്കണം കേട്ടോ. അങ്ങനെ അരക്കാനും വെജ്ജ. അങ്ങനെ ഏതായാലും നമ്മളെ തേങ്ങ ഇതാക്കണേ ഞാൻ ചതച്ചിക്കണേ. അപ്പോൾ ഇതിന് തേങ്ങ ഇട്ടാലാണ് കേട്ടോ രസം. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തുക്കണത്. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി പിന്നെ നമുക്ക് കുറച്ച് ജീരുള്ളിയും കൂടി വേണം കേട്ടോ ഈ വറുപ്പുട്ടിക്ക്. അപ്പം നമ്മളെ പണ്ടത്തെ ചായക്ക് കടിയാണ്. നമ്മളോടെ നേരം വെളുക്കണുള്ളൂ കേട്ടോ. നമ്മൾ അയലോക്കത്തെ ചെങ്ങൻ കോയി ഇപ്പോൾ നേരം വെളുത്തിരിക്കാണ്ട് അങ്ങനെ കൊത്തി കുത്തിരിക്കണാക്കണേ. മൂപ്പത്തിയർക്ക് മൂപ്പത്തിയാരല്ലല്ലേ മൂപ്പരാണല്ലേ. മൂപ്പർക്ക് ഇപ്പോൾ നേരം വെളുക്കുക. ഏതായാലും ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിക്കാണ്ട് ഞാൻ ചായക്കുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുത്തേക്കണ്, പഞ്ചാര ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി അങ്ങനെ പോടാവുന്ന് എന്നിട്ട് നമുക്ക് നമ്മളെ പൊടി ഒന്ന് നനച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. ഞാൻ കുറച്ച് പച്ചവെള്ളമാണ് കേട്ടോ അത് ഒഴിച്ച പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്നായിട്ടാണ് പാരരുത്. കുറച്ചീച്ച പാർന്നിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ. അത് കുഴക്കുമ്പോൾ പൊടി ഇങ്ങനെ പാർന്നതാണ് കേട്ടോ നമ്മളെ ഫോണിൻ്റെ ഉള്ളിൽ കൂടെ. അച്ചോനെ ഇനി പിന്നെ നമ്മൾ മിന്നുട്ടിക്കും സനുവിനൊന്നും ഇത് പറ്റൂല വറുപ്പുട്ട്. ഇനിയിപ്പോൾ നേരം വെളുക്കുമ്പോൾ നീച്ച് വരുമ്പോൾ തന്നെ തലയും മാന്തി നൊരുളിച്ചുണ്ടായിരുത്തിക്കാണ്ട് ഞാൻ ഏതായാലും ആ പൊടിയിൽ നിന്ന് കുറച്ച് പൊടി എടുത്ത് കാണ്ട് കുറച്ച് വെള്ളം പറഞ്ഞ് കലക്കി വെച്ചിരിക്കണം കേട്ടോ. ഓൽക്ക് അപ്പം ചുട്ട് കൊടുക്കാൻ അതിലേതായാലും ഞാൻ അങ്ങനെ കലക്കിക്കണം. കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പാർന്ന് നമ്മൾ ജീരുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ ഇതാക്കണേ നമ്മളെ തേങ്ങ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ആ തേങ്ങയും കൂടി അതിലിട്ട് ഇങ്ങനെ കടിച്ചുമ്പോഴാണ് കേട്ടോ രസം ഉണ്ടാവുക. അപ്പോഴത്തേക്ക് ചാറൊന്നും വേണമെന്നൊന്നുമില്ല. നല്ല ചൂടില്ല കട്ടൻ ചായ ഉണ്ടല്ലോ അത് കൂട്ടിയിട്ടാണ്ട് കുടിച്ചാണ്ടല്ലോ ആഹാ എന്ത് രസമാണെന്നറിയാം. പിന്നെ നമ്മൾ ആ പൊടി ഉണ്ടല്ലോ നനച്ച് വെച്ച ആ പൊടി നമ്മൾ പുട്ടിനൊക്കെ കുഴക്കൂലേ അതേമാതിരിയാണ് കേട്ടോ കുഴക്കേണ്ടത്. പിന്നെ അങ്ങനെ ഒന്ന് നല്ലോണം ഒന്ന് ചട്ടിയിലിട്ട് കാണ്ട് അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ അപ്പോൾ ഏതായാലും തോന്നി കുറച്ച് വെള്ളം കുറവുണ്ട് തോന്നി. രണ്ടാമത് കൂടിയും കുറച്ചുകൂടി വെള്ളം ഞാനങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊടി വേഗണം കേട്ടോ, വേഗാഞ്ഞാൽ പറ്റൂല. നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ ഇതാക്കണേ നമ്മളത് വെന്ത് തുടങ്ങിയിരിക്കണം കേട്ടോ. ഇനി ഒന്നും കൂടി നമുക്ക് മൂടി വെക്കണം. അങ്ങനെ അത് നമ്മൾ അങ്ങനെ വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇതാക്കണേ കുറച്ച് മത്തി ഇവിടെ നിൽക്കണം കേട്ടോ മക്കളെ. മത്തിക്കൊക്കെ പേരും വരാം. 100-200 റുപ്യ ആണല്ലോ 1 കിലോ മത്തിക്ക്. ഏതായാലും 1/2 കിലോ മീൻ കൊണ്ട് നിൽക്കണം. അത് ഏതായാലും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കും വേണം. ഇനിയിപ്പോൾ സനുട്ടന് മദ്രസ ഉണ്ട്, മിന്നുട്ടിനെ പറഞ്ഞേക്കൽ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഏതായാലും അൽഹംദുലില്ലാ ഓക്ക് കുറവ് തന്നെയാണ്.
പിന്നെ ഞാൻ അപ്പം ചൂടാനുള്ള ചട്ടിയൊക്കെ തീമച്ചിക്കണ്. നമ്മളെ വറുപ്പുട്ടൊക്കെ റെഡിയായി വന്നിക്കണം കേട്ടോ. ഇനി ഞമ്മക്ക് ചട്ടിയിൽ എണ്ണ തേച്ചു. അപ്പം ഇനി ഞമ്മക്ക് അത് പാർന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടി ഇട്ടുകൊണ്ട് കുറച്ച് പഞ്ചാര ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇനിയിപ്പോൾ ഏത് ചാറുണ്ടാക്കിയാലും ഒരിക്കൽ ചാറിൻ്റെ ഒന്നും ആവശ്യമല്ല, ഒരിക്കൽ എപ്പോഴായാലും പഞ്ചാര ഇട്ടെന്നാണ്. അപ്പോൾ ഏതായാലും ഞാൻ തേങ്ങ ഇട്ടുകൊണ്ടും ഒരിക്കൽ പഞ്ചാര ഇട്ട് കൊടുക്കാമെന്ന് തന്നെ വിചാരിച്ചിരിക്കണത്. അപ്പോൾ അങ്ങനെ അപ്പൊക്കെ ഞാൻ ഓരോന്നും അങ്ങനെ ചുട്ടെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണം. ഞാൻ പിന്നെ കുറച്ച് കട്ടൻ ചായയും കുടിച്ചിട്ടുണ്ട്. കട്ടൻ ചായ നേരം പൊളിക്കുമ്പോൾ കട്ടൻ ചായ കുടിച്ചാൽ ഞാൻ വല്ലാത്തൊരു പൊറുതിയേടാണ്. അപ്പോൾ അങ്ങനെ അതാ നമ്മളെ വറുപ്പിട്ട് ഒന്നും കൂടി ഇളക്കി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. പൊടി ഇങ്ങനെ നനച്ചതല്ലേ, അതുകൊണ്ട് ഒന്ന് വേഗം വേണമല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടെന്നാൽ പുട്ടിട്ടൂടെ. പക്ഷേ ഈ പുട്ടിൻ്റെ രുചി വേറെ, ഇതിൻ്റെ രുചി വേറെ. ഇങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളേണ്ടി. രസമൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്കിഷ്ടമാണ്, മക്കൾക്ക് ഇഷ്ടമല്ല എന്നുള്ളൂ, അങ്ങനെ തോന്നും. അങ്ങനെ നമ്മളെ വറുപ്പിട്ട് റെഡിയായി. ഞാനത് മൂടിക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ കത്തിച്ചൊന്നും വേണ്ട. അങ്ങനെ ഞാൻ ആ ഗ്യാസ് ഓഫാക്കി. ഇനി നമുക്കിതാ അപ്പോൾ ഒരു 3-4 അപ്പമൊക്കെ അങ്ങനെ ചുട്ടെടുത്തുക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ടില്ലേ അപ്പം റെഡി ആയിക്കണേ. അപ്പോൾ ഇതിൻ്റെ നമ്മളീ പൊടിച്ച പൊടി ഉണ്ടല്ലോ, ഒന്ന് ഒരു ഒട്ടലില്ല അരിയാ തോന്നുന്നുണ്ട്. ഏതായാലും നമ്മൾ അപ്പം ചുട്ടിട്ടുണ്ട്. ശരിക്കും ശരിയാവില്ല കേട്ടോ, ഒരൊട്ടലാണ്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്താണ്. ഏതായാലും അങ്ങനെ എല്ലാ അപ്പവും കൂടെ അങ്ങനെ ചുട്ടെടുത്തുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പമൊക്കെ ചുട്ടെടുത്തു. അപ്പോൾ തേങ്ങ ഇട്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നല്ല ടേസ്റ്റില്ല അപ്പയിക്കാരം തേങ്ങ ഇട്ടാൽ. പിന്നെ കുറച്ച് നല്ലീരം കൂടി ഉള്ളിയൊക്കെ ഇട്ടാൽ അതിലേറെ രസയിക്കാരം. അല്ല അതൊന്നും ഇട്ടാൽ നമ്മളെ മക്കൾക്ക് പറ്റൂല. അങ്ങനെ നമ്മൾ സനുട്ടനെയൊക്കെ പോയി വിളിച്ച് ഓനൊരപ്പവും കുറച്ച് പഞ്ചാരയും ഒരു ഗ്ലാസ് ചായയും പല്ലേക്കാലമൊക്കെ എടുത്ത് വെച്ചിക്കാണ്ട് ഓൻ്റെ തുണിയും കുപ്പായും അതും എടുത്ത് വെച്ചു. പിന്നെ മദ്രസക്കില്ല തൊപ്പിയും ബാഗും പിന്നെ മുസായപ്പ് ഇപ്പം ഇന്നലെ ഓതികാണ്ട് വെച്ചതാണ് കേട്ടോ. അതൊക്കെ ബാഗിലിട്ട് കൊടുത്തുകാണ്ട് ഞാനിഞ്ഞ് ചായയൊക്കെ കുടിച്ചിക്കാണ്ട് പൊയ്ക്കോന്ന് പറഞ്ഞിക്കാണ് കേട്ടോ. അപ്പം ഞാൻ പോണത് ഇനി മിറ്റടിച്ച് വരാനാണ്. നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ പെയ്തീനി. ഇപ്പോൾ കുറച്ചൊന്ന് ചോർന്നിക്കണ്. ആ ചോറിനെ തക്കം നോക്കിക്കാണ്ട് നമ്മളെന്താട്ടി ഒന്ന് മിറ്റടിച്ച് വരാൻ ഇറങ്ങിയിരിക്കണം കേട്ടോ. അപ്പം നമുക്കിപ്പം ഏത് മഴ ആയാലും വേണ്ടില്ല, നമുക്കതൊരു പ്രശ്നം തന്നെയല്ല മഴ പെയ്താൽ. അപ്പം ഇന്നലെ തന്നെ മിറ്റടിച്ച് വരിയിട്ടില്ല. ഇന്നലെയും തന്നെ ഇതേമാതിരി നേരം പോലത്തപ്പോൾ മഴയേനി. അപ്പോൾ ഇന്നലെ മിറ്റടിച്ച് വരാത്തതുകൊണ്ട് ഇന്ന് മിറ്റടിച്ച് വരാതെക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ ചൂലും കൊണ്ട് ഇറങ്ങിയിരിക്കണേ നമ്മളെ മിറ്റത്തേക്ക്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഇക്കാരം, നേരം വെളുത്താലും വൈകുന്നേരം ആഗോളം മഴ തന്നെ ഇക്കാരം. അൽഹംദുലില്ലാ പെജ്ജട്ടെ. ഇത്രയും കാലം പെജ്ജാതിയൊക്കെ ഇതാകെ ഇടങ്ങേറായിനി, വെയിലും ചൂടും ഒക്കെ പാടായിട്ട്. അതുകൊണ്ട് മഴ ഏതായാലും പെജ്ജട്ടെ. അൽഹംദുലില്ലാ, പടച്ചോൻ്റെ റഹ്മത്തല്ലേ മഴ. അപ്പം അങ്ങനെ പെജ്ജട്ടെ, നമ്മൾ കുറ്റം പറയാൻ പറ്റൂല. എങ്ങനെയായാലും പടച്ചോന് തൊഴിൽ ഉണ്ടാവില്ല. നിൽക്കാതെ മഴ ചെയ്താൽ പറയും പെരും മഴയാണ്. അതിനും വേണ്ടി വെയിലറച്ചാൽ പറയോ പെരും വെയിലാണ്, ചുട്ടിട്ടും പെജ്ജാൻ. ഒന്നും പടച്ചോന് തൊഴിലല്ല. അതപ്പോൾ ചുരുക്കി പറഞ്ഞാൽ. ഏതായാലും മഴ പെജ്ജട്ടെ മക്കളെ. വെള്ളമൊക്കെ ഉണ്ടാകട്ടെ കിണറ്റിൽ. കാരണം ഓരോ സ്ഥലത്തും വെള്ളമില്ലാതെയൊക്കെ ഓരോ മനുഷ്യന്മാരാകെ ഇടങ്ങേറായിക്കണ്. ഏതായാലും അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ മഴ പിന്നെയും കുറച്ചങ്ങനെ പെയ്ത് തുടങ്ങിയിരിക്കണം കേട്ടോ. ഞാൻ എന്നാലും മടിയില്ല. ഇനിയിപ്പോൾ ഈ ചൂലിട്ട് കയറിയാൽ പിന്നെ ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങലുണ്ടാവില്ല. ഏതായാലും ഞാൻ മിറ്റടിച്ചുവെല്ലൊക്കെ കഴിഞ്ഞിട്ട് മുഴുവനാക്കിയേക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ വന്ന് കുടിച്ചാണ് കേട്ടോ. കണ്ടോ, നമ്മളെ വറുപ്പിട്ടും പിന്നെ കട്ടൻ ചായയാണ് കേട്ടോ. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ രസം. നെജ്ജിലുണ്ടാക്കിയാലും അതിലും വലിയ രസീക്കാരം. അപ്പോൾ നമ്മൾ നെജ്ജൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞു. നമ്മളെന്താട്ടി പാത്രം ഒന്ന് മോറിയെടുക്കുകയാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ എല്ലാ പാത്രങ്ങളും വലിച്ചിട്ട് കണ്ട് മോറുകയാണ്. അങ്ങനെയാണ് എല്ലാ പാത്രവും നേരം വെളുത്താൽ ഒക്കെ വലിച്ചിട്ട് കണ്ട് മോറണം. അങ്ങനെ പാത്രമൊക്കെ മോറിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇനി ചോറ്റിനുള്ള വെള്ളം വെക്കണം. അതിന് നമ്മൾ വെണ്ണൂറൊക്കെ വാരി പിന്നെ ചോറ്റിനുള്ള വെള്ളം വെക്കാനും ഓലക്കൂടിൻ്റെ പകുതി ഭാഗമെടുത്തു. ബാക്കി ഇനി ചിലപ്പോൾ ഓലക്കൂടി കത്തുമ്പോൾ മേലെ കത്തി പിടിച്ചു തുടങ്ങും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് കഴിഞ്ഞാൽ തിരിച്ച് അങ്ങനെ കട്ടുകൊണ്ടും കത്തിയോണ്ടും ഇങ്ങനെ നിൽക്കും. അപ്പം ഞമ്മക്ക് അതൊക്കെ വെച്ച് കണ്ടൊക്കെ കത്തിച്ചാന്ന് കരുതിക്കാണ്ടാണ് ഞാനത് അതിമന്ന് കുറച്ചെടുത്ത് വെച്ചത്. ഏതായാലും ഞാൻ പേപ്പറൊക്കെ കത്തിച്ച് നമ്മൾ തിരിച്ചൊക്കെ ഒന്ന് കത്തി പിടിച്ചിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ തണിയും തീമട്ടിക്കണം. പിന്നെ നമുക്ക്
മീൻ നന്നാക്കണം. മീൻ ഔത്തച്ച് നന്നാക്കിയാൽ മത്തിയും കൂടെ ആയാൽ മയല്ലേ ഒരു ഉളുമ്പ് മണയിക്കാരം ആകൊക്കെ. അപ്പം ഞാൻ എന്താട്ടി പുറത്ത് തന്നെ വെച്ച് കണ്ട് നന്നാക്കണം കേട്ടോ. മഴ അങ്ങനെ പെജ്ജനുണ്ട്, ചട്ടിയിൽ അങ്ങനെ വെള്ളം കൂടുന്നുണ്ട്, മീനിന് അങ്ങനെ വെള്ളം കൂടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും കഴുകാൻ നിൽക്കേണ്ടി വരില്ല, മഴ അങ്ങനെ പെയ്ത് വെള്ളം കൂടിയുണ്ട്. അങ്ങനെ മീൻ ഇതാക്കണേ നന്നാക്കണേ. മത്തിക്കൊക്കെ പേരും വിലയാണ്. പിന്നെ ഇപ്പോൾ പഞ്ഞിയിലെ കാലമാണ് കേട്ടോ മീനിനൊക്കെ. പിന്നെ മത്തിയൊക്കെ ഇപ്പോൾ വാങ്ങിയിട്ട് ഇപ്പോൾ കുറേ ദിവസമായിക്കണം കേട്ടോ. അല്ലാത്ത മീനുകളൊക്കെ വാങ്ങുന്നല്ലാതെ മത്തി കൊണ്ടുവരലില്ലേനി. അപ്പോൾ മത്തി ഏതായാലും കിട്ടിയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും പോയപ്പോൾ മൂപ്പരാക്കറിഞ്ഞ് മത്തി നല്ല ചാറാക്കും വേണ്ട, പൊരിച്ചും വേണ്ട, തൊട്ടിങ്ങനെ നാമക്കാൻ വേണ്ടി ഉണ്ടാക്കിയാൽ മതി പറഞ്ഞിരിക്കണം കേട്ടോ. ഏതായാലും ഞാനിനി തൊട്ട് നാമക്കാൻ വേണ്ടി അങ്ങനെ വറ്റിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം മീൻ നന്നാക്കിയത് ആ തലയൊക്കെ ഇട്ടീനി. ഇനിയിപ്പോൾ തൊട്ട് നാമക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ വെറും ഏളയിക്കാരം. അതുകൊണ്ട് ഞാൻ ആ മീനിൻ്റെ ഏളയൊക്കെ ഒന്ന് പിന്നെ പിന്നെ ഒന്ന് കളഞ്ഞ് എടുക്കണുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മത്തി നന്നാക്കി എടുക്കണുണ്ട്. അപ്പം കുറച്ചൊക്കെ വലിയ മത്തി തന്നെയാണ് കേട്ടോ. ചിലതുള്ളൂ ഇനി ചെറുത്, അല്ലാത്തതൊക്കെ കുറച്ച് വലിയ മത്തി തന്നെയാണ് കേട്ടോ. അതുകൊണ്ടോ പഞ്ഞിയുണ്ട്, വലിപ്പമൊക്കെ കുറച്ച് കുറവാട്ടോ പഞ്ഞീൻ്റെ. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ മീനൊക്കെ പഞ്ഞിയൊക്കെ വലിയ പഞ്ഞിയൊക്കെ കഴിക്കണം. എത്ര കാലം വലിപ്പം ഉണ്ടാവും എന്നറിയാം പഞ്ഞിയൊക്കെ. മത്തിക്കും വേറെ എല്ലാ മീനിനൊക്കെ അങ്ങനെ തന്നെ കഴിക്കണം. ഏതായാലും ഞാൻ പിന്നെ മീനിൻ്റെ ഏളയൊക്കെ ഒന്ന് ഒക്കെ കളഞ്ഞിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ആ ഏള വേണ്ട വിചാരിച്ചിക്കാണ്ട് മീനിൻ്റെ ഏളയൊക്കെ ഞാൻ കളഞ്ഞെടുത്തിക്കണേ. ആദ്യം ഞാൻ എന്താ കാട്ടെന്നറിയാം, ആ ചുണ്ടാണ് വെട്ടിയെടുക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ ഏളയാണ് ചീന്തരാണ് കേട്ടോ. എന്നാൽ പിന്നെ പെട്ടെന്നാണ് കജ്ജും ചേച്ചും. തല എടുക്കും, അതിൻ്റെ കണ്ണൊക്കെ എടുക്കും കേട്ടോ. തല പോയി കഴിഞ്ഞാൽ പിന്നെ മീനും എത്തും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ തലയും അതിൻ്റെ ഏള ചീന്തിയാൽ അങ്ങനെ എടുത്താൽ മതിയല്ലോ. അങ്ങനെ മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നിക്കണം കേട്ടോ. ഇനി ആ മീനൊക്കെ ഒന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ മീനും വരഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ മീനൊക്കെ ഞാനൊന്ന് മുറിച്ചെടുക്കണുണ്ട് കേട്ടോ. അങ്ങനെ ഇടും വേണ്ട, മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ മീനുകളൊക്കെ നോക്കിക്കാണ്ട് മുറിച്ച്, പിന്നെ മറ്റൊന്ന് ഞാൻ അപ്പോൾ വരിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി പിന്നെ വരിയാന്ന് വിചാരിച്ചു. ആദ്യം വരിയണില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ വെച്ച് തോന്നി ഉപ്പും മുളകൊക്കെ പൊടിച്ചണമെങ്കിൽ ഒന്ന് വരിഞ്ഞിട്ടുക നല്ല രീതി കണ്ട് പിന്നെ ഞാൻ എല്ലതും വരിഞ്ഞ്. പിന്നെ ബാക്കിയുള്ള ചെറിയ കുഞ്ഞ മീനുകളൊക്കെ ഉണ്ടല്ലോ, ചെറിയ വലിപ്പമല്ലാത്ത, അത് ഞാൻ പൊരിച്ചാന്ന് കരുതിട്ടോ. ഇപ്പൊക്കൊക്കെയല്ല പറഞ്ഞാൽ ഉച്ചക്കൊക്കെയല്ല, വൈകുന്നേരത്തിനിട്ടോ. പൊരിച്ചലും വറ്റിച്ചലും കഴിഞ്ഞാൽ രണ്ടും വേണ്ടി വരും മക്കൾക്ക്. പൊരിച്ചതും വേണ്ടി വരും, വറ്റിച്ചതും വേണ്ടി വരും. പിന്നെ വൈകുന്നേരം നമ്മൾ കൂട്ടാനില്ലാതെ തിന്നേണ്ടി വരും. അപ്പോൾ എന്താട്ടി ഞാൻ ഉപ്പും മുളകും മാത്രം തേച്ചിക്കാണ്ട് വേഗം അതാണ്ട് പിടിച്ചിക്കാണ്ട് കയറ്റി വെച്ച്. ഇനി വൈകുന്നേരം പൊരിച്ചാൽ ഉച്ചക്ക് പിന്നെ നമുക്ക് നമ്മളെ മീൻ വറ്റിച്ചതും ആക്കാമെന്ന് കരുതിട്ടോ. അങ്ങനെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞാൻ മുളകൊക്കെ തേച്ച് വെച്ചിക്കണ്. ഇനി നമുക്ക് മീൻ വറ്റിച്ചെടുക്കണം. അതിന് തക്കാളിയും ജീരുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് തൊലിച്ച് വെച്ചിക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്താട്ടാ ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഇന്ന് അങ്ങനെയാണ് മീൻ വെക്കണത്. ഇന്ന് എന്നും നമ്മൾ ഇതൊക്കെ വാട്ടിക്കാണ്ടാണല്ലോ, അല്ലെങ്കിൽ വാട്ടാദ്യം അങ്ങനെയൊക്കെയാണല്ലോ. ഇന്നിപ്പം വേറൊരു മോഡലിലാണ് കേട്ടോ മീൻ വെക്കണത്. അപ്പോൾ ഏതായാലും തിജ്ജൊക്കെ കെട്ടിക്കണേ. അപ്പോൾ നമ്മൾ ഒന്ന് ഊതി കത്തിച്ചിക്കണ്. ഇനി മഴക്കാലമായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ ഈ കാരം തിജ്ജ് കത്തോണം കത്തിയോണം അങ്ങനെ നിൽക്കും. മനസ്സിന് പിരാന്ത് പിടിച്ചു അങ്ങനെയാകുമ്പോൾ. പിന്നെ ഞാൻ ചോറ്റിനൊക്കെ അരിയിട്ട് കൊടുക്കും കേട്ടോ. ഒന്നാമത്തെ തിജ്ജ് കത്താല പ്രയാസം വിറകൊക്കെ ഒന്ന് തണുക്കുമ്പോഴാണ്. പിന്നെന്താണെന്നറിയാം, നമ്മൾ ഈ ഇങ്ങനെ അടുപ്പിലൊക്കെ തിജ്ജൂട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീതൻ്റെ ഒട്ടിലൊക്കെ കൊടുന്നിട്ടാൽ മതി. അപ്പോൾ പിന്നെ അങ്ങനെ കണ്ട് ഉണങ്ങിക്കോളും. പിന്നെ അങ്ങനെ ഇതാക്കണേ ഞാൻ ഒക്കെ തോലൊഴിച്ചു, പുളി വെള്ളത്തിലിട്ടു. അപ്പം കൊടുമ്പുളി ഉണ്ട് കേട്ടോ, പക്ഷേ ഒരു കയ്പ്പ് മാതിരിയാണ്. കുറച്ച് അപ്പം തലേന്നൊക്കെ വെള്ളത്തിലിടണം എന്നെങ്കിലേ ശരിയാവുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് കടുകും കുറച്ചൊരു നുള്ളി ഉലുവയും പിന്നെ നമ്മളെ കരിവേപ്പും ജീരുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ പാടെ ആ തുള്ളി വെളിച്ചെണ്ണ ഉണ്ടല്ലോ അയക്കിട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ ആ തക്കാളിയും കൂടെയാണ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ.
ഇനി അതൊക്കെ ഒന്ന് കടന്നുകാണ്ട് ഒന്നും കൂടിയാണ് വാടി വരട്ടെ. എന്നിട്ട് നമുക്ക് വേറൊരു പണിയുണ്ട്, മൂടി വെച്ചെടുത്താൽ ഒന്നുകൂടി വേഗമാണ് വന്നോളും. അങ്ങനെ അതായി കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് വാടൊന്നും വേണ്ട കേട്ടോ, തക്കാളി ഒന്ന് വാടി ഉടഞ്ഞിട്ടൊന്നും വേണ്ട. പിന്നെ നമ്മളിന്ന് മീൻ കറിക്ക് എന്തില്ല മല്ലി ഇടുന്നില്ല, വെറും മുളകും മഞ്ഞളും പെരിഞ്ചീരവും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇന്ന് നമുക്ക് അങ്ങനെ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ച്, എങ്ങനെ ഉണ്ടാവും നോക്കണമല്ലോ. അപ്പോൾ ഏതായാലും ഞാൻ അങ്ങനെ ഒന്ന് വെച്ചതാണ്. സംഭവം പുള്ളി മീൻ കറി കഴിഞ്ഞിട്ടോ. അങ്ങനെ ഒന്നും കൂടി ഞാൻ ഒന്ന് വഴറ്റിയെടുക്കണുണ്ട് കേട്ടോ. അത് അതിൻ്റെ പച്ച മണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. കരിയാനും പറ്റൂല കേട്ടോ, കരിയൊന്നുമില്ല, കാരണം തക്കാളിയൊക്കെ ഇട്ടതല്ലേ. ഏതായാലും തിരിച്ചൊന്ന് കൂട്ടി കൊടുക്കണ്ട, കുറച്ചിട്ട് കാണ്ട അങ്ങനെ ഒന്ന് വാട്ടിയെടുത്തലുണ്ട്. ഇനി നമുക്കത് എന്താട്ടാ ഒന്ന് ചൂടാറണം. അതിന് നമുക്ക് വേറൊരു പാത്രത്തിലൊക്കെ ഇടാം കേട്ടോ. അങ്ങനെ അത് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് കണ്ട് അരക്കണം. അപ്പോൾ തന്നെ നമ്മളെ ചോറൊക്കെ വന്നിക്കണ്. എന്നിട്ട് ഞാൻ ചോറ് ഊറ്റാണ് കേട്ടോ. അപ്പം ഇന്ന് മീൻ കറി വെക്കണത്, മീൻ കറിയല്ല മീൻ വറ്റിച്ചണത് നമ്മളെ മണ്ണും ചട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഒരു മണ്ണും ചട്ടി കിട്ടിയപ്പോൾ എന്നും ഇപ്പം ഈ മണ്ണും ചട്ടി തന്നെ മീൻ വറ്റിച്ചണത്. അങ്ങനെ ഞാൻ ഏതായാലും നമ്മളെ അരപ്പൊക്കെ ഒന്ന് എടുത്തുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ചട്ടി ചൂടാക്കിയിട്ട് അതിക്ക് കുറച്ച് കടുകും ഉലുവയും പൊട്ടിച്ചിട്ട് കരിവേപ്പിൻ്റെ ഇല ഇട്ട്, പിന്നെ നമ്മൾ അരച്ചുണ്ടല്ലോ അരപ്പ്, അതും ഒക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി അത് ആ എണ്ണയിൽ കടന്നിട്ട് അങ്ങനെ ഒന്നുകൂടെ ഉണ്ട് വാട്ടിയെടുക്കാം. നല്ലോണം ഒന്ന് ഇതാക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ അതിക്ക് മുളകും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയപ്പോൾ തന്നെ ഇട്ടിക്കണമല്ലോ. ഇനി മുളകിൻ്റെ ഒന്നും ആവശ്യമില്ല, ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ നമ്മളെ മിക്സിയൊക്കെ കേക്കിക്കാണ്ടൊക്കെ അതിക്ക് പാർന്നിക്കണം കേട്ടോ. ഒറ്റ പൊടി നമ്മൾ കളയാൻ പാടില്ല, മിക്സിയിലാണെങ്കിലും എയിലാണെങ്കിലും. പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് ഇനി നമുക്ക് അതൊന്ന് മൂടി വെക്കണം. നമ്മൾ മീനൊക്കെ ഇതാക്കണം, തിളച്ചിക്കണം കേട്ടോ. മീനില്ല, മീൻ വെച്ചാൽ അതൊക്കെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിക്കണേ. അപ്പം ഞാനേക്ക് പുളിയും പീഞ്ഞ് പാർന്നിക്കണം കേട്ടോ. അങ്ങനെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ മത്തി മീൻ ഇട്ട് കൊടുക്കാം. പൊളപ്പനേനി അടിപൊളി മീൻ കറി തന്നെയാണ് കേട്ടോ. മല്ലി ഇടാഞ്ഞാലും മീൻ രസം തന്നെയാണ് കേട്ടോ മക്കളെ. അങ്ങനെ മീനൊക്കെ ഇട്ടെടുത്തു. പിന്നെ പഞ്ഞി ഉണ്ടല്ലോ, കുഞ്ഞി കുഞ്ഞി പഞ്ഞികളാണ്. അപ്പം ഞാൻ അതെന്താട്ടി ആ മീനൊക്കെ തന്നെ ഇട്ട് കൊടുത്തിക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ അതിക്ക് ഇട്ടെടുത്തു. ഇനി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ടാണ്ട് വേവിച്ചെടുക്കണം നമ്മളെ മീൻ. ഇനി അതവിടെ കടന്ന് അങ്ങനെ തിളക്കട്ടെ. കണ്ടോ, നമ്മളെ മീൻ കറി നല്ല സെറ്റായി വന്നിക്കണം കേട്ടോ, അടിപൊളിയായിട്ട് വന്നിക്കണേ. കാണുന്ന മാതിരി തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാക്കണം കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കുറച്ച് വെളിച്ചെണ്ണയും നമ്മൾ പാർന്ന് കൊടുക്കണുണ്ട് കേട്ടോ. പണ്ട് ഇങ്ങനെ ഓർമ്മയുണ്ട്, ഞാൻ ചെറുതാവുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ കലക്കിക്കാണ്ട് നമ്മളെ ഇമ്മയും കുഞ്ഞാമാരൊക്കെ ഇങ്ങനെ മീൻ വെക്കും കേട്ടോ. അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയാണ് പാരും. അപ്പം അന്നൊന്നും ഈ വെളിച്ചെണ്ണൻ്റെ ചോയ അത്രയ്ക്ക് ഇഷ്ടമല്ലേ ഇനി കേട്ടോ. ഇപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ മീൻ കറി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ വെളിച്ചെണ്ണ മേലെ പാരണം, എന്നെങ്കിൽ മനസ്സിനൊരു തൃപ്തിയുള്ളൂ. അന്ന് അതിൻ്റെ ചോയ എന്ന് പറഞ്ഞാൽ പിരാന്തേനി കേട്ടോ. ഇപ്പം ഏതായാലും അത് പാര് തന്നെ വേണം. അങ്ങനെ മീൻ കറിയൊക്കെ റെഡിയായി. പിന്നെ ഞാൻ അടുപ്പിൻ്റെ ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. പണി കഴിഞ്ഞാൽ പിന്നെ അടുപ്പും വീതനെയും തുടച്ചെടുക്കണം. അപ്പം നമ്മളെ പണി ഇന്നത്തെ കഴിഞ്ഞേക്കണം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ചാറിപ്പം ഞാൻ എന്താ ഉണ്ടാക്കുക ഇതിങ്ങനെ നിന്ന്. അപ്പം പപ്പടം താളിപ്പും അതേമാതിരി തക്കാളി താളിപ്പൊന്നും വേണ്ട, 2 ഇല്ലി മുരിങ്ങ ഇട്ടുകയാണെങ്കിൽ അതാണ് താളിച്ചാന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഏതായാലും അയലൊക്കത്തെ പെരിയിൽ പോയിക്കാണ്ട് കുറച്ച് മുരിങ്ങ ഒടിച്ചുകൊണ്ടൊരും വേണം. അപ്പോഴത്തേന് നമുക്ക് നമ്മളെ വീതനൊക്കെ ഒന്ന് തുടച്ചെടുത്തിക്കണേ. അപ്പോൾ അതാക്കണം നമ്മൾ അയലൊക്കത്ത് പോയി 2 ഇല്ലി മുരിങ്ങ ഒടിച്ചു കൊടുക്കണം കേട്ടോ. നല്ല മുരിങ്ങ കേട്ടോ, ഇയാളെ കണ്ടാൽ തന്നെ അറിയില്ല നിങ്ങൾക്ക്, നല്ല മുരിങ്ങയാണ്. കാരണം അത് ഒരു മരം വെട്ടീന് കേട്ടോ. എന്നിട്ട് പിന്നെ ഇപ്പോൾ തെത്തുണ്ടായതാണ്. എന്നാലും വേണ്ടില്ല, നമ്മളിങ്ങനെ പുജ്ജുണ്ടോ എന്നൊക്കെ നോക്കുക തന്നെ വേണം കേട്ടോ. ചിലപ്പോൾ ഉണ്ടെങ്കിലോ. പിന്നെ നമ്മൾ താളിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് പുജ്ജ് കാണുന്നത് വെച്ചെങ്കിൽ നമുക്ക് നമ്മളെ വാപ്പുട്ടിയാക്കാൻ്റെ കണ്ണിലുള്ള പാത്രത്തൊക്കെ പാരേണ്ടി വരും. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. അപ്പോൾ നമുക്ക് നല്ലോണം
നോക്കിയിട്ടൊക്കെ വേണം മുരിങ്ങ ഊരാൻ. കണ്ടിട്ട് ഒരു പുജ്ജും ഇതൊന്നും ഇല്ല കേട്ടോ. നല്ല മുരിങ്ങ തന്നെയാണ്, ഇളയ മുരിങ്ങയാണ്. അങ്ങനെ ഏതായാലും നമ്മൾ മുരിങ്ങയൊക്കെ ഊരി കണ്ട് ഓട്ടപ്പാത്രത്തിൽ കിട്ടുകാണ്ട് ഒന്ന് കേകി കൊടുക്കണുണ്ട് കേട്ടോ. മഴയൊക്കെ കൊണ്ടതാണ്, എന്നാലും ഇപ്പം ഇനി കേകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ മുരിങ്ങ മഴ ഉണ്ടാകെ കേകിയത് തന്നെയാണ്. ഇപ്പം നമുക്കൊരു തിരുപ്പതിക്കും വേണ്ടി ഒന്നുകൂടി ഒന്ന് കേകി എടുത്തുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അറിഞ്ഞേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ജീരുള്ളി ഇട്ടുക്കണേ. ഇനി അതൊന്ന് ഇതാട്ടെ. ഏതായാലും ഞാനൊരു തുള്ളിയെ ഞാൻ താളിച്ചിടുള്ളൂ കേട്ടോ. പിന്നെ അതിക്ക് ഞാൻ കഞ്ഞിൻ്റെ വെള്ളം പാർന്ന് കൊടുത്തിക്കണേ. കഞ്ഞിൻ്റെ വെള്ളത്തിൻ്റെ മേലോടാണ് ഊറ്റിയിട്ട് നമ്മളെ അടിഭാഗം എടുത്തുക്കണം കേട്ടോ. കുറച്ച് കുറുന്നനല്ല ഇതാണ് എടുത്തുക്കണത്. പിന്നെ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിക്കണേ. ഇനി അതാണ് തിളക്കട്ടെ കേട്ടോ. തിളച്ച് എന്തായി ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞപ്പോത്തിനുണ്ടല്ലോ ഒന്നായിട്ടാണ് തിളച്ച് ചിന്തിയും ചെയ്തിക്കണം കേട്ടോ. വന്നപ്പോത്തിന് ഞാൻ മുരിങ്ങ ഇട്ട് കൊടുത്തിക്കണേ. അങ്ങനെ മുരിങ്ങ ഇട്ട് കാണിഞ്ഞ് അങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ ഇളക്കൊന്നും വേണ്ട. അപ്പം നമ്മൾ മുരിങ്ങ കഴിച്ചു. അപ്പം നമ്മൾ എന്താട്ടും ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതാക്കിയിട്ട് പിന്നെ അവിടെ മൂടി വെക്കലാണ് കേട്ടോ. പിന്നെ ആദ്യം കടന്നു കണ്ട് അങ്ങനെ വെന്തും ചെയ്തോളും നമ്മളെ മുരിങ്ങ. അങ്ങനെ നമുക്കിന്ന് നല്ല മീൻ വറ്റിച്ചതും മുരിങ്ങ താളിപ്പും ചോറുമാണ് കേട്ടോ. അപ്പം അങ്ങനെ മുരിങ്ങയൊക്കെ ഒന്ന് തിളച്ച് വന്നിക്കണേ. ഇനി നമുക്കതാണ്ട് മൂടി വെച്ച് കൊടുക്കാം. ഇനി അതതിൽ കടന്നു കണ്ട് അങ്ങനെ വന്നോളൂ കേട്ടോ. പിന്നെ അങ്ങനെ കുറേ നേരം തിളച്ചാൽ ചിലപ്പോൾ കഴിച്ചോ അല്ലേ അറിയില്ല. ഇവിടെ ഞങ്ങളിങ്ങനെയാണ് കാട്ടൽ. മുരിങ്ങയുടെ തിളച്ചാണ് കഴിഞ്ഞാൽ നമ്മളത് മൂടി വെക്കും. പിന്നെ അതിൽ കടന്നു കണ്ട് അങ്ങനെയാണ് വന്നോളും. ഇപ്പോൾ പച്ച ഇലയല്ലേ ഇപ്പോൾ കണ്ടാൽ. ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ല വേറെ കളറേക്കാരം. അങ്ങനെ മുരിങ്ങ താളിപ്പും ഉണ്ട്. നമ്മളെ മീൻ കറി ഉണ്ടല്ലേ, നല്ല കുറുകിയ മീൻ കറി. മീൻ കറിയല്ല വറ്റിച്ചത്. അപ്പോൾ കണ്ടില്ലേ ചിന്തിയത് നമ്മളെ ഇത് അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞതാണ് മക്കളെ. അപ്പോത്തിന് തിളച്ചിന്തി മണ്ടി വന്നപ്പോത്തിന് ചിന്തിക്കാണ്ട് ഗ്യാസൊക്കെ കെട്ടിക്കണ്. രണ്ടാമോ പിന്നെ കത്തിച്ചതാണ് ഞാൻ. അങ്ങനെ പിന്നെ ആ ചിന്തിയതൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അങ്ങനെ ഇതാക്കണേ നമ്മളെ വീതനയും അടുപ്പും ഒക്കെ തുടച്ച് നല്ല സെറ്റാക്കി എടുത്തേക്കണം. ഇനിയിപ്പം ഏതായാലും ഇപ്പം ഇനി ഇവിടെ ഒരു പണിയൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ മിന്നുട്ടിയും സനുവിനും ചോറ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. ഓർക്ക് രണ്ടാക്കും 2 വറ്റ് ചോറ് മതി. അപ്പോൾ 2 വറ്റ് ചോറും വിളമ്പി കൊടുത്തേക്കണേ. ഓർക്ക് തിരുപ്പതില്ല ചാറും ഇതൊക്കെയാണ് വെച്ചെങ്കിൽ ചോറ് അങ്ങനെ തിന്നോളും. ചിലപ്പോൾ കുറച്ച് തോന വിളമ്പിയാൽ ഓർക്ക് ചിലപ്പോൾ മാണ്ടി വരില്ല, കുഴച്ചിട്ടാണ് നീച്ചു. അപ്പോൾ കണ്ടില്ലേ നമ്മളെ മുരിങ്ങൻ്റെയൊക്കെ കളറ് മാറിയിരിക്കണം. കണ്ടില്ലേ മുരിങ്ങയൊക്കെ എല്ലാം ബന്ധില്ലേ. ഇനി നമുക്ക് ചാറ് പാർന്ന് കൊടുക്കാം കേട്ടോ ഓർക്ക്. അപ്പം ഇനി ഞാനവർക്ക് ചോറ് വിളമ്പി കൊടുത്തിക്കാണ്ട് ഞാൻ കുളിച്ചാൻ പോവാണ്. അപ്പം അങ്ങനെ മുരിങ്ങാച്ചാറും മീൻ വറ്റിച്ചതും കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓർക്ക് രണ്ടാക്കും ചോറൊക്കെ വിളമ്പി കൊടുത്തു. അപ്പോൾ മീൻ പൊരിച്ചാത്തതുകൊണ്ട് തന്നെ രണ്ടാക്കും വലിയ തീർപ്പതിയൊന്നുമില്ല കേട്ടോ മീൻ. അപ്പം കണ്ടപ്പോൾ തന്നെ വറ്റിച്ചിക്കാണോ എന്നൊക്കെ ചോദിച്ചിക്കണേ. ഏതായാലും ഞാൻ 2 കണ്ടം കൊടുക്കണുണ്ട്. തിന്നുമല്ലേ എന്നൊന്നും അറിയില്ലല്ലോ. ഏതായാലും തിന്നാണെങ്കിൽ തിന്നോട്ടെ എഴുതി. പൊരിച്ച തന്നെ കൊടുത്തു കാണാൻ ചേലാക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഏതായാലും രണ്ടാക്കും 2 കണ്ടം മീനും ചോറും കൊടുത്തിട്ടോ. പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചോറ് കഴിച്ചാൽ. പിന്നെ നമ്മളെ പുതിയാപ്ലകാക്ക വരും വേണം ചോറ് കഴിച്ചാൻ. അപ്പം അങ്ങനെ ഒരിക്കൽ രണ്ടാക്കും ചോറ് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ഓരോ രണ്ടാളും ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ അതാക്കണേ ഓരോ പാത്രത്തിൽ കണ്ടില്ലേ മുരിങ്ങൻ്റെ ഇലയും ബാക്കിയാണ്, ഒരു കണ്ടം മീനും ബാക്കിയാണ്. അപ്പോൾ പൊരിച്ചതാണെങ്കിൽ അങ്ങനെ തിന്നോളും, പൊരിച്ചാത്താണെങ്കിൽ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പൊരിച്ചുകൂടേന്നൊക്കെ ചോദിച്ചാൽ അപ്പം ഇനി വൈകുന്നേരം പൊരിച്ചു തരാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഏതായാലും 2 ആളെ മീനും എടുത്ത് ഞാൻ എടുത്തുവച്ചു. പിന്നെ നമ്മൾ പിന്നെ ചോറ് കഴിച്ചാണ് കേട്ടോ. നമ്മളെ പുതിയാപ്ലകാക്കിയൊക്കെ വന്നിക്കണ്. പിന്നെ ഞങ്ങളും തന്നെ ചോറ് കഴിച്ചാണ്. പിന്നെ ഇതാക്കണേ മീനും. അപ്പോൾ ഞാൻ ഒരു കണ്ടം മീനിപ്പോൾ എടുത്തിട്ടുള്ളൂ. മറ്റേത് പിന്നെ നമ്മളെ മക്കൾ ബാക്കിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതും എടുത്തിക്കണേ. അപ്പോൾ ഞാൻ മീനും അതിൻ്റെ മുരിങ്ങൻ്റെ മുരിങ്ങാച്ചാറുണ്ടല്ലോ അതിൻ്റെ മേലെ പറന്നിട്ടാണ് കുഴച്ച് തിന്നിട്ടോ. ഇതിങ്ങനെ ചോറ് കഴിച്ചാൽ നല്ല രസമാണ് കേട്ടോ. മീൻ വറ്റിച്ചതും ഈ മുരിങ്ങാച്ചാറും കൂട്ടിക്കാണ്ട് നല്ല രസമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടക്കാർക്കും കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ടൊക്കെ നാളെ വരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. അപ്പം വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതണം. അപ്പം താങ്ക് യു.